ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വഴി കൂടി നടക്കുമ്പോൾ ഒരു ബൈക്കിൽ വന്നൊരു ചേട്ടൻ എന്റെ പുറത്ത് ഇങ്ങനെ അടിച്ചിട്ട് പറഞ്ഞു, എടാ നിവിൻ പോളിന്റെ തട്ടത്തിന്മാരത്ത് ഇറങ്ങിയിട്ടുണ്ട്, പോയി കാണാന്ന് പറഞ്ഞു. അന്നാണ് ശരിക്കും ഞാൻ ആദ്യമായിട്ട് നിവിൻ ചേട്ടന്റെ പേര് കേൾക്കുന്നത്, സത്യം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പ്രേമത്തിന് പോയപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ ആണ് ഞാൻ കണ്ടത്. ആ സിനിമ കണ്ടതോടുകൂടി നിവിൻ പോളി എന്നുള്ളൊരു താരത്തെ ഞാൻ മനസ്സിലാക്കി. ഞങ്ങൾ മേത്തോട്ട് അങ്ങോട്ട് കയറി, എന്നിട്ട് ഞാനവിടെ ഫാനായി മാറി. എന്നിട്ട് ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാനൊരു നടന്റെ ഫോം ഫില്ല് ചെയ്യാം, അസോസിയേഷനിലുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാരെ കൂട്ടാനുള്ള പരിപാടികളൊക്കെ ചെയ്ത് തുടങ്ങി. പക്ഷെ അതെന്തുകൊണ്ട് വർക്കൗട്ട് ആയില്ല. പിന്നെ ചേട്ടനൊരു ഡൗൺഫോൾ വന്നു കരിയറിൽ. അപ്പൊ കുറെ പേര് പറഞ്ഞു, നന്നായില്ലേ അസോസിയേഷനിൽ ചേരാതിരുന്നത്, കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ പിന്നെ ഈ സർവ്വമായയിലൂടെ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവ് നടന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നിവിൻ പോളി തിരിച്ചു വന്നടാ എന്നുള്ള രീതിയിൽ ഞങ്ങളെപ്പോലുള്ള കുറെ പേർക്കാണ് ഭയങ്കര സന്തോഷമായത്. ശരിക്കും കുറെ നാളായിട്ട് ഡെസ്പായിട്ടിരിക്കുകയായിരുന്നു നമ്മളൊക്കെ. ഓക്കെ, അപ്പോൾ ഈ ഡൗൺഫോള് അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഒരു സക്സസ്, ഇതിനൊക്കെ ചേട്ടൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? പിന്നെ ഫാൻസ് ഇപ്പോഴും അങ്ങനെ ഒരു വർക്കൗട്ട് ഉണ്ട്, നിവിൻ പോളി ഫാൻസ്. ആ ഫാൻസിനെ ചേട്ടന് എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ലാതെ എനിക്ക് തോന്നുന്നു എല്ലാ നടന്മാരും എല്ലാ നടിമാരും അല്ലെങ്കിൽ എല്ലാ ടെക്നീഷ്യൻസ് സിനിമയിലൂടെ എല്ലാവരും കടന്നു പോകുന്നൊരു ഫേസാണ്. ഒരു കയറ്റാർത്ഥങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോവുക. അപ്പോൾ എനിക്ക് ഉയർച്ച ഉണ്ടായിട്ടുണ്ട്, താഴ്ച ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കൊരു പ്രശ്നങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് അതിന് പഠിക്കാൻ പറ്റുക, എന്താണ് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്, ഇതെല്ലാം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ചിലപ്പോൾ സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ടീം സെലക്ട് ചെയ്യുന്നതാണോ, അങ്ങനെ പല പല വിഷയങ്ങൾ അതിനകത്ത് വരാം. സർവമായ ദൈവാനുഗ്രഹം കൊണ്ട് അത് പ്രേക്ഷകർ ഏറ്റെടുത്തു. നമ്മൾ ഇത്രയും വലിയ വിജയമാണെന്ന് നമുക്ക് വിചാരിച്ചൊരു സിനിമയൊന്നുമല്ല സർവമായ. പക്ഷെ അതിൻ്റെ ഒരു റൈറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും എല്ലാം പ്രേക്ഷകർക്ക് കണക്റ്റായി, അവർക്ക് ഇമോഷണലി ആ സിനിമ കണക്റ്റായി എന്നുള്ളതാണ് ആ സിനിമയുടെ വിജയം. അത് വിജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ബേബി ഗേൾ ഇറങ്ങുകയാണ്. അപ്പം ഈ സിനിമയും വിജയിക്കട്ടെ എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ വിജയപരാജയങ്ങൾ നമ്മൾ എഫക്റ്റ് ചെയ്യാത്തൊരവസ്ഥയിലെത്തി എന്നുള്ളതാണ് സർവ്വമായ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഞാൻ പറയുമ്പോൾ ആർക്കെങ്കിലും വിഷമമൊന്നും വിചാരിക്കരുത്. കാരണം സാക്ഷാൽ ലാലേട്ടൻ കഴിഞ്ഞാലും ഇന്ന് ഒരു പോസിറ്റീവ് റിപ്പോർട്ട് ഒരു പടത്തിന് കിട്ടിക്കഴിഞ്ഞാൽ ബോക്സ് ഓഫീസിനെ തൂക്കിയടിക്കാൻ കഴിവുള്ള ഒരു നടൻ നിവിൻ പോളി മാത്രമേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അതെല്ലാം നമുക്ക് കിട്ടുന്ന സക്സസ് പോലെയാണ്. തീർച്ചയായിട്ടും അതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല. അല്ലാതെ എൻ്റെ ഡയറക്ടറിനോട് പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോളല്ല. നമ്മൾ അടുത്ത വീണ്ടും വീണ്ടും അതിനായിട്ട് വീണ്ടും വീണ്ടും എനിക്ക് അരുണായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ട്. കാരണം അരുൺ നമ്മളുമായിട്ട് നല്ലൊരു ബ്രദർ പോലെയാണ്, ഒരു ഫ്രണ്ട് പോലെയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് തീർച്ചയായിട്ടും അരുണായിട്ട് നമ്മൾ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സക്സസ് വരുമ്പോൾ തീർച്ചയായിട്ടും അത് ഞാൻ നിന്നെയും കൂടെ വിളിച്ചിട്ട് പ്ലാൻ ചെയ്യാം. നിവിൻ ചേട്ടാ, ഇപ്പൊ സർവ്വമായി ഇറങ്ങിയ സമയത്ത് പ്രേക്ഷകരല്ല, കുടുംബ പ്രേക്ഷകരല്ല ഒരേപോലെ പറയുന്ന സമയത്ത് ഒരുപാട് വയലൻസോ ഒരുപാട് ത്രില്ലർ ഒന്നും തിയേറ്റർ ടെൻഷനൊന്നും ഇല്ലാതെ ചിരിച്ചിറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ഇരുന്ന് കണ്ടിറങ്ങാൻ പറ്റിയ നല്ലൊരു ചിത്രം കണ്ടിറങ്ങിയെന്ന് ഒരുപാട് കുടുംബ പ്രേക്ഷകർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത്രയും ത്രില്ലേഴ്സിനെയും വയലൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പ്രേക്ഷകരുണ്ടെങ്കിൽ ഇപ്പോഴും ഫാമിലി ആയിട്ട് ഇരുന്ന് തിയേറ്ററിൽ കണ്ടിറങ്ങാൻ പറ്റുന്ന സിനിമകൾ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരുണ്ട് ഇവിടെ. ബേബി ഗേൾ ഏത് ടൈപ്പ് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുക? എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും. അത് യൂത്ത് ഫാമിലി അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാതെ, ഞാൻ നേരത്തെ പറഞ്ഞു സിനിമ വർക്കാവും എപ്പോഴും അത് നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്നുള്ള രീതിയിൽ ഈ സിനിമ എല്ലാവരെയും കണക്ട് ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് പ്രായപരിധിയോ അല്ലെങ്കിൽ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ ഈ സിനിമ കണക്ട് ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കൾ ചെയ്തപ്പെട്ട കഥാപാത്രങ്ങൾ ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ വെബ് സീരീസിലെ ഫാർമയിലെ
കഥാപാത്രം ഇപ്പം മരുന്നിനാണോ മനുഷ്യൻ്റെ ആവശ്യം, മനുഷ്യനാണോ മരുന്നിൻ്റെ ആവശ്യം എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ചില കാര്യങ്ങൾ തുറന്നു കാണിക്കാൻ പല ആക്ടേഴ്സും ധൈര്യപ്പെടാറില്ല. അപ്പോൾ താങ്കളിപ്പോൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതുപോലത്തെ കഥാപാത്രങ്ങളാണ്. അതിനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരിക്കും? അഗെയിൻ അത് നമ്മുടെ അടുത്ത് വന്ന് കഥ നരേറ്റ് ചെയ്യുമ്പോൾ ആ സമയത്ത് നമുക്ക് തോന്നുന്ന ഒരു ഇൻഡ്യൂഷനാണ് അല്ലേ. ഫാർമ ചെയ്തതിൻ്റെയും റീസൺ ഇത് ഇങ്ങനെയൊക്കെ ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ള ഒരു തോന്നൽ തോന്നിയത് അപ്പോഴാണ്. അതും കുട്ടികളുടെ കഥ പറയുന്ന സിനിമ, ഒരു വെബ് സീരീസ് ആയിരുന്നു. അപ്പോൾ അതെനിക്ക് ചെയ്യണമെന്ന് തോന്നി. കാരണം ഇങ്ങനെ ഒരു ഏരിയ ഇതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ എല്ലാവരും സൂക്ഷിച്ചാൽ നല്ലത് എന്നുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോസ് ആ വെബ് സീരീസിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഫാർമ ചെയ്തത്. ബേബികൾ ചെയ്തതിനും അതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നമ്മൾ ഈ സിനിമയിലുള്ള സംസാരിക്കപ്പെടുന്ന ഒരു കോസും ഉണ്ട്. അതാണ് റീസൺ.